ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉറക്കത്തിൽ നിന്ന് ഇവിടെ എഴുന്നേറ്റിരിപ്പുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണേ. അമ്പാടിയും കണ്ണനും ഒന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അവർ രണ്ടുപേരും നല്ല ഉറക്കമാണ്. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഞാൻ പരിപാലിക്കുന്ന എൻ്റെ ചെടികളൊക്കെ ഞാനൊന്ന് നോക്കാറുണ്ട് കേട്ടോ. ഈ ചെടിയിൽ 4 പൂക്കളുണ്ടായി ഗൈസ്. പിന്നെ അകത്തേക്ക് കയറി വന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ട് കുടിച്ചു. കുറച്ച് ചക്കക്കുരു എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് ചിരണ്ടി എടുക്കണം കേട്ടോ. ഇന്ന് ചക്കക്കുരു മാങ്ങയും കറി വയ്ക്കാമെന്ന് കരുതി. അതെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കീറി എടുത്തു വെച്ചു കേട്ടോ. അങ്ങനെ കുക്കറിലകത്ത് ചക്കക്കുരു മാങ്ങയൊക്കെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. പിന്നെ ഇന്നലത്തെ ചക്കപ്പുഴുക്ക് ലേശം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് ചൂടാക്കി എടുത്തു. അതിനുശേഷം തുണി അലക്കിയത് വിരിച്ചിടാൻ വേണ്ടി താഴെ പാറയിൽ ഇറങ്ങിപ്പോയി. തുണിയെല്ലാം വിരിച്ചിട്ടു. കൊച്ചിൻ്റെ തുണിയെല്ലാം പാറയിലും ഇട്ടു. പിന്നെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമ്മുടെ മോൻ എടുത്ത് വെച്ചേക്കുന്ന ബീറൂപ്പിയാണ് കേട്ടോ ഈ കണ്ടത്. വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് പറക്കി വെച്ചേക്കുന്നതാണേ. അത് കഴിഞ്ഞപ്പോൾ അവൻ മേളിലോട്ട് കയറി പൊക്കോട്ടെ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. പൊക്കോളാൻ ഞാൻ പറഞ്ഞു. ഈ പാത്രം കണ്ടു ഗൈസ്, ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണേ. ഇതിന് എത്ര റേറ്റ് വരുമെന്ന് നിങ്ങളൊന്ന് പറയാമോ? ഇത് ഞാൻ നിസ്സാര വിലയ്ക്ക് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ ഫുഡൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് 3 ടിന്നുകൾ കിട്ടും കേട്ടോ. അപ്പം നല്ല കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയതാണ് ഇത്. അങ്ങനെ പാത്രമെല്ലാം ഞാൻ അടച്ച് എടുത്തു വെച്ചു കേട്ടോ. ഇത് നമ്മുടെ പറമ്പിൻ്റെ ഒരു സൈഡിലുണ്ടായി നിൽക്കുന്ന ചെടിയാണ് കേട്ടോ. ഇത് തഴുതാമയാണ്. ഇത് തോരൻ വെക്കാനൊക്കെ നല്ല ഇലയാണേ. ഇനി ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പടി അഴുക്കായിട്ടിരിക്കുമായിരുന്നേ. എന്നാൽ പിന്നെ രാവിലെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെ എല്ലാം എടുത്ത് ഞാനൊന്ന് കഴുകി പറക്കി തുടച്ച് വയ്ക്കുവാണേ ഫ്രിഡ്ജിനകത്തേക്ക്. ഈ ചില്ലിനകത്ത് കറിയുടെ ചാറിൻ്റെ കറകളും പിന്നെ അതുപോലെ തന്നെ മറ്റേ അമ്മ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി വയ്ക്കുന്ന ആ കലമൊക്കെ അതുപോലെ തന്നെ എടുത്ത് കയറ്റി വയ്ക്കുന്നതുകൊണ്ട് അതിൻ്റെ കറകളും മറ്റേ കരി പിടിച്ച പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ തൂത്ത് കഴുകി വൃത്തിയാക്കി വെച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലീനിങ് എനിക്ക് ഭയങ്കര പാടുള്ള പണിയാണ് കേട്ടോ. എങ്കിലും ഇതൊക്കെ ചെയ്യാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. മോന് ഇതിനൊക്കെ കൂടാൻ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ കൂട്ടിയില്ല. വെള്ളത്തിൽ കിടന്ന് കളിച്ചാൽ ചിലപ്പം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കേണ്ട വരും. അതുകൊണ്ട് അവൻ ഇതിനകത്തൊന്നും ഇടപെടുത്തിയില്ല കേട്ടോ. ഫ്രിഡ്ജിനകത്ത് നിന്ന് എല്ലാ സാധനങ്ങളും ഒഴിവാക്കി ഇപ്പോൾ കാണാം ശരിക്കും നന്നായിട്ട് കറകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല ക്ലീൻ ചെയ്ത് വീണ്ടും ഞാൻ എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. ഇനി സാധനങ്ങളെല്ലാം എടുത്ത് പറക്കി കയറ്റി വെച്ചു. അങ്ങനെ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജ്. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും പഴയപടിയാവും, അത് വേറെ കാര്യം. എന്തിനാടൊക്കെ ഇരിക്കണേ കുഞ്ഞിവിടെ നോക്കിയേ. എൻ്റെ കുഞ്ഞെന്നെ സഹായിക്കാൻ വന്നിരുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. അതിനുശേഷം ഞങ്ങൾ അകത്തേക്ക് കയറി വന്നു. പിന്നെ കുറച്ച് തുണിയെല്ലാം മടക്കി പറക്കി വെക്കാനുണ്ടായിരുന്നു. അതെല്ലാം അടക്കി മടക്കി എടുത്ത് അലമാരയ്ക്കകത്ത് കയറ്റി വെച്ചു കേട്ടോ. കുറച്ചധികം തുണികളുണ്ടായിരുന്നു ഗൈസ്, അതുകൊണ്ട് കുറച്ചധികം നേരം മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് വല്ലാത്തൊരു ടാസ്ക്കായിരുന്നു. അമ്പാടി ഇത് വലിച്ച് താഴെയിടും, ഞാനതെടുത്ത് വീണ്ടും മടക്കി വയ്ക്കും. ഇത് തന്നെയായിരുന്നു അവസ്ഥ. അങ്ങനെ തുണിമടക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കി. കുളിയെല്ലാം കഴിഞ്ഞ് ഇച്ചിരി ചോറും കൂടി ഉണ്ട് കേട്ടോ. ചോറൂണ് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ രീതിയിലൊന്ന് മഴ പെയ്തു. ഇന്നത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ ബൈ.